ശിവരാത്രി ആശംസകൾ എല്ലാവർക്കും. ഭഗവാൻ പരമശിവൻ്റെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ രാത്രി ഉറക്കമൊഴിഞ്ഞ് ശിവനാമങ്ങൾ ജപിക്കുന്ന ഒരു ദിവസമാണ് ഈ ദിവസം. വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ട് നടന്ന് ആ ഒരു ശിവത്വത്തിലേക്ക് ഉണരുക എന്ന് പറയും. അതായത് മംഗളം എന്നാണ് ശിവൻ എന്ന് പറയുമ്പോൾ അർത്ഥം. ആ ചൈതന്യത്തിലേക്ക് ഉയരുക. അപ്പം നമ്മൾ അജ്ഞാനത്തിലിരിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ഈ അജ്ഞാനത്തെ മാറ്റി, അജ്ഞാനം ഉറക്കത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ആ അജ്ഞാനത്തെ മാറ്റുമ്പോൾ ജ്ഞാനത്തിലേക്ക് ഉണരും. അതാണ് ആ ഉണർന്നിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനമാകുന്ന ആ ഒരു ഉണർവ്, അതിലേക്ക് ജ്ഞാനത്തിലേക്ക് ഉണരുക, അല്ലെങ്കിൽ മംഗളത്തിലേക്ക് ഉണരുക എന്നുള്ളതാണ് ആ ഉണർന്നിരിക്കുക. അതാണ് ഉറക്കമൊഴിയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പണ്ട് പാലാഴി മഥന സമയത്ത് ആദ്യം വന്ന കാളകൂട വിഷത്തെ, പ്രപഞ്ചത്തെ രക്ഷിക്കാനായിട്ട് പരമശിവൻ പാനം ചെയ്തു. അപ്പോൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ നശിച്ചു പോകുമായിരുന്നു. അപ്പോൾ ആ പാനം ചെയ്ത ആ ഒരു കാളകൂട വിഷത്തെ തൻ്റെ യോഗശക്തി കൊണ്ട് ഭഗവാൻ തൊണ്ടയിൽ തന്നെ പിടിച്ചു നിർത്തി എന്നാണ് അപ്പോൾ സങ്കല്പം. അതുകൊണ്ടാണ് നീലകണ്ഠൻ എന്ന ഭഗവാനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നും നമ്മുടെ പ്രകൃതിയും നമ്മുടെ സമൂഹവും ഒക്കെ ഒരുപാട് വിഷങ്ങൾ കൊണ്ട് കലുഷിതമാണ്. അപ്പോൾ ആ വിഷങ്ങളെ എങ്ങനെയാണോ ഭഗവാൻ പരമശിവൻ പാനം ചെയ്ത് പ്രകൃതിയെ രക്ഷിച്ചത്, അതുപോലെ ഈ പ്രപഞ്ചത്തെ രക്ഷിച്ചതുപോലെ നമുക്കും ശിവനാമങ്ങൾ കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമയമായ അന്തരീക്ഷവും പ്രകൃതിയും മനസ്സുകളും മാനസിക സംഘർഷങ്ങളും അങ്ങനെ പലതരം വിഷമങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കും ഒരു രക്ഷയ്ക്ക് വേണ്ടി ശിവനാമങ്ങൾ ജപിച്ചുകൊണ്ട് ഉറക്കമൊഴിയുക എന്ന് പറയുമ്പോൾ ആ അജ്ഞാനത്തെ മാറ്റി എന്താ പറയുക, ജ്ഞാനത്തിലേക്ക് ഉണരുക എന്ന്. ജ്ഞാനത്തിലേക്ക് ഉണരുന്നതാണ് ശിവത്വത്തിലേക്ക് ഉണരുക എന്ന് പറയുമ്പോൾ. അതാണ് ശിവരാത്രി ഒരുപാട് പ്രാധാന്യമുള്ളതാവുന്നത്. അപ്പോൾ വ്രതാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ശിവനാമങ്ങൾ, അഖണ്ഡനാമജപങ്ങളും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നാമജപങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ കുറച്ച് ശക്തിപ്പെടുത്താം. ഓം നമഃ